കൈതപ്പുറം ദാമോദരൻ ഈ വേദിയിലേക്ക് വരാൻ ദയവ് ചെയ്ത് അദ്ദേഹത്തിന് ഒരു സ്പേസ് ഒരുക്കണമെന്ന് ബൗൺസേഴ്സിനോട് അഭ്യർത്ഥിക്കുന്നു. മാധ്യമ സുഹൃത്തുക്കളുടെ ശ്രദ്ധയ്ക്ക് 2 വശങ്ങളിലായി മാത്രം ട്രൈപോഡുകളും ക്യാമറകളും പ്ലേസ് ചെയ്യുക. ഗസ്റ്റിന് വരാനുള്ള വഴിക്ക് തടസ്സം വരും. ഫോർമാലിന്റെ ടീം കിരീടത്തിന്റെ ഈ ഒരു ടീമിന് ഒരു ഔദ്യോഗിക ബഹുമതി നൽകി ഇവിടെ ബ്ലസ്സി, അപർണ, സമീർ, വാ. ജിസ് ജോയ്, ചിദംബരം പോയോ? വേറെ ഒരു മാറ്റമില്ലാതെ അതെ, അതുകൂടെ പോയോ? ഇനി ആരെങ്കിലും നമ്മുടെ വിശിഷ്ട വ്യക്തികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാം. എല്ലാവർക്കും നമസ്കാരം. ഈ ദിവസത്തിനൊരു വലിയ പ്രത്യേകതയുള്ളത് 1989 ജൂലൈ മാസം 7-ാം തീയതി, അതായത് ഇന്നേക്ക് 37 വർഷങ്ങൾക്ക് മുൻപാണ് ഈ സിനിമ തിയേറ്ററുകളിലെത്തിയത്. അപ്പോൾ ആ ദിവസത്തിൽ തന്നെ നമ്മളെല്ലാവരും ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ഇന്ന് നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഇവിടെ എത്തിച്ചേരാൻ സന്ധ്യയാണിത്. ഈ സിനിമ നമ്മളെല്ലാവരും ഒന്നിച്ച് 37 വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച് കാണുകയാണ്. ഈ സിനിമയുടെ ഇന്ന് നമ്മൾ കണ്ട വേർഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റീമാസ്റ്റേർഡ് വേർഷനാണ്. ഇത് നമ്മൾക്ക് വേണ്ടി ചെയ്തത് NFDCയും NFIAയുമാണ്, നാഷണൽ ഫിലിം ആർക്കൈവ്സ് ഓഫ് ഇന്ത്യയും നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ കൂടി ചെയ്ത അവരുടെ മലയാളത്തിൽ ചെയ്ത ആദ്യത്തെ സിനിമയാണിത്. ഇത് കഴിഞ്ഞ IFFIയിൽ നമ്മളുടെ ഒരു പ്രീമിയർ ഷോ ആയിട്ട് അവിടെ കാണിക്കുകയും ചെയ്തിരുന്നു. അത് അതേപോലെ അതേ ക്വാളിറ്റിയിൽ തന്നെ അവർ റിസ്റ്റോർ ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു രീതി. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് അഡീഷണൽ ആയിട്ടുള്ള മറ്റ് ഒരു എൻഹാൻസ്മെൻറ്റും അതിൻ്റെ കളറിലോ ടോണിലോ ഒന്നും മാറ്റിയിട്ടില്ല. അതിൻ്റെ ഒറിജിനൽ വേർഷൻ അതുപോലെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മളിന്ന് കണ്ടത്. ആദ്യം ഫിലിമിൽ ഷൂട്ട് ചെയ്ത് അതേ ക്വാളിറ്റിയിൽ അതിൻ്റെ ഡിജിറ്റൽ വേർഷൻ നമുക്ക് ഇന്ന് ഇവിടെ കാണാൻ കഴിഞ്ഞു. 10-ാം തീയതി ഈ സിനിമ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് വീണ്ടും എത്തുകയാണ്. വന്ന എല്ലാവർക്കും നന്ദി, സ്നേഹം. എന്താ പറയുക, വളരെ അപൂർവമായി സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് എൻ്റെ ലൈഫിൽ. എനിക്ക് എൻ്റെ ഏറ്റവും ഇത്രയും 48 വർഷത്തെ സിനിമാഭിനയത്തിലെ വളരെ എടുത്തു പറയാവുന്ന സിനിമകളിലൊന്നാണ് കിരീടം. എനിക്ക് ആദ്യമായിട്ടൊരു നാഷണൽ അവാർഡ് കിട്ടിയ സിനിമയാണ്. താങ്ക് യു സിബി. എൻ്റെ അടുത്ത നാഷണൽ അവാർഡും സിബിയുടെ സിനിമയിലായിരുന്നു. ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് സന്തോഷവും സങ്കടവും ഉണ്ട്. കാര്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആരും എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് പേര് അതിൽ നിന്ന് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ പെട്ടെന്ന് 37 വർഷങ്ങൾക്ക് മുമ്പോട്ട് പിറകിലേക്ക് സഞ്ചരിച്ചു. ഒരുപാട് പേര് നമ്മളെ വിട്ടുപോയി. ഞാൻ സിബിയോട് ചോദിക്കായിരുന്നു, ഇനി ഇങ്ങനെ ഒരു സിനിമ അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരൊന്നും നമ്മുടെ കയ്യിലില്ലല്ലോ. എൻ്റെ ഒരു സങ്കടമുണ്ട്. എന്തായാലും വളരെ ഇമോഷണൽ ഫിലിമാണത്. പക്ഷേ ആ സിനിമ ഇന്ന് ചെയ്തെങ്കിൽ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അന്നത്തെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അങ്ങനെ ഒരു സിനിമ എടുത്തു എന്ന് പറയുന്ന വലിയ കാര്യമാണ്.
ഒരിക്കൽ കൂടി അതിൽ ഇങ്ങനൊരു സിനിമ രണ്ടാമത് നിങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിച്ച NFDCക്കും തീർച്ചയായിട്ടും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വളരെയധികം സന്തോഷം, ഒരുപാട് നന്ദി, ആശംസകൾ. നമുക്ക് കുറച്ചൊരു എനിക്ക് അതിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടേ നമുക്ക് പെട്ടെന്ന് ആ സിനിമ കാണുമ്പോൾ കുറച്ചൊരു ഇമോഷണലാവും. ചില സിനിമകൾക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്, ചില സിനിമകൾക്കല്ല, ഈ സിനിമയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ. എന്തായാലും ഒരിക്കൽ കൂടെ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. താങ്ക് യു സിബി, താങ്ക് യു വിജയകുമാർ, ഉണ്ണി, ദിനേശ്, നമൻ സാർ, എല്ലാവർക്കും താങ്ക്സ് എ ലോട്ട്. ഷാജോൺ ഉണ്ട് അവിടെ അല്ലേ? ഇവിടെ നിന്ന് ആരെയും കാണാൻ പറ്റുന്നില്ല. ഷാജോൺ വരൂ. ഷാജോൺ ഇവിടെ നിന്ന് ആരെയും കാണുന്നില്ല. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു ആഘോഷമായിട്ട് ഈ 37 വർഷത്തിൻ്റെ ഒരു ആഘോഷമായിട്ട് നമ്മൾ ലോഹിയുടെ 2 മക്കളുണ്ട്, കുഞ്ഞണ്ണി, ചക്ര, 2 പേര്. ഷോബി, തിരുവഞ്ചേട്ടൻ്റെ മകനുണ്ട് ഷോബി. ഇവിടെ ഇങ്ങോട്ട് ലൈറ്റ് അടിക്കുന്നുണ്ട്, എല്ലാവരും കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് പതിന് വിട്ടു പോകുന്നത്. നമ്മൾ ഒരു കേക്ക് 37 വർഷത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു കേക്ക് ഇവിടെ മുറിക്കുകയാണ്. അത് ലാല് തന്നെ ചെയ്യട്ടെ. അതെ, തിരുമേനിക്ക് വേണം. തിരുമേനിക്ക് കൊടുക്കില്ല. തിരുമേനി ഒന്ന് 2 വാക്ക്. ലാലിനെ, സിബിയെ ഒക്കെ ആരാധനയോടുകൂടി ഞാൻ നോക്കിക്കാണായത്. ഈ കൂട്ടത്തിൽ ഇവരെന്നെയും കൂടി ചേർത്തതിന് ഉള്ള എൻ്റെ സന്തോഷവും അഭിമാനവും ഞാൻ നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു. നിങ്ങൾക്ക് ആസ്വാദകർക്ക് ആഘോഷിക്കാനുള്ള ഒരു വരവാണ് കിരീടത്തിൻ്റെ 2ാം വരവ്. തീർച്ചയായിട്ടും 100 ദിവസം നമുക്ക് വീണ്ടും ആഘോഷിക്കണം. അതിന് നമുക്ക് എല്ലാവർക്കും വീണ്ടും വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ഓക്കെ, സോ താങ്ക് യു എല്ലാവർക്കും ഇവിടെ വന്നതിന്, നമ്മളുടെ ഈ സന്തോഷത്തിൽ പങ്കുകൊണ്ടതിന് നന്ദി, സ്നേഹം. എങ്ങനെ വഴി അങ്ങനെയല്ലേ? താങ്ക് യു. ഞാനങ്ങ് പോയേക്കാം. ഒരു ഫോട്ടോ എല്ലാവർക്കും. ഞാൻ ജനിക്കുന്നതിന് ഒരു 6 വർഷം മുന്നേ ഇറങ്ങിയ സിനിമയാണ്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ സിബിയങ്കൾ ഇങ്ങനെ സിനിമയ്ക്ക് വിളിച്ചപ്പോൾ എനിക്ക് അപ്പോൾ തന്നെ ഭയങ്കര ഗൂസ് ബംസ് ആയിരുന്നു. കാരണം ഞാൻ ജനിക്കുന്നതിന് ഒരുപാട് മുന്നേ ഇറങ്ങിയ സിനിമ, പക്ഷെ എന്നാലും ടൈംലെസ് ആയിട്ട് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്ന സിനിമ തന്നെയാണ് കിരീടം. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ എന്നെ ക്ഷണിക്കണമെന്ന് പറയുന്നത് തന്നെ എനിക്ക് ഭയങ്കര ഒരു അവാർഡ് കിട്ടിയതിന് തുല്യമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് അത് ലാലേട്ടൻ്റെ കൂടെയും സിബി സാറിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് കാണാൻ പറ്റുക പറയുന്നതൊക്കെ ഭയങ്കര വലിയ ബ്ലെസ്സിങ് ആയിട്ട് തോന്നി. എനിക്കതാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. സിനിമേനെ പറ്റിയിട്ട് ഇന്ന് എന്നെ പോലുള്ള ആരും അല്ലാതെ ആ സിനിമേനെ പറ്റി ഒന്നും പറയാനായിട്ട് അതിന് എല്ലാവരും കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നി, ഭയങ്കര
മിസ്സിങ്ങും തോന്നി. കുറേ പേരെ നമുക്ക് ഭയങ്കര മിസ് ചെയ്യുന്ന പോലെ തോന്നി. പക്ഷെ ഭയങ്കര സന്തോഷവും തോന്നി ആ ഒരു സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതും, ലാലേട്ടനെ ആണെങ്കിലും കാണാൻ പറ്റിയതും, ഒരുമിച്ചിരുന്ന് സിനിമ കാണാൻ പറ്റിയതൊക്കെ ഭയങ്കര സന്തോഷം. താങ്ക് യു. ആ